നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണ്ണിന് രാസവളം വേണ്ട, കൃഷി ആധുനികം. എള്ള് കൃഷി തിരികെ കൊണ്ടുവരാൻ കർഷകർ. ഒരു കാലത്ത് കേരളത്തിലെ കൃഷിയിടങ്ങളിൽ വളരെ സജീവമായിരുന്ന എള്ള് ഇന്ന് നാമമാത്രമായി ചുരുങ്ങിപ്പോയ ഒരു വിളയാണ്. എന്നാൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിളയെ വീണ്ടും സജീവമാക്കാനുള്ള വലിയ ദൗത്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കർഷകർ. എള്ള് സാധാരണയായി ചെറിയ പ്ലോട്ടുകളിൽ വിതയ്ക്കുകയാണ് പതിവ്. എന്നാൽ ഒരു ഏക്കറിൽ എള്ള് നടുന്നത് ശ്രമകരമായ ജോലി ആയതിനാൽ കായിക അധ്വാനം കുറയ്ക്കുന്ന ആയാസം കുറഞ്ഞ ചില മാർഗങ്ങൾ കർഷകർ ഉപയോഗിക്കുന്നു. എള്ള് കൃഷിക്ക് വേണ്ട ബെഡ് ഒരുക്കുക എന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കായിക അധ്വാനമാണ്. എന്നാൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് ദിവസങ്ങൾക്കുള്ളിൽ വളരെ നിസ്സാരമായി ചെയ്തു തീർക്കാവുന്ന ജോലിയായി അത് മാറുന്നു. രാസവളം മണ്ണിൽ ഉപയോഗിക്കുന്ന രീതി ഇവർ പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഒരു തരി രാസവളം പോലും വാങ്ങി മണ്ണിൽ ഉപയോഗിച്ചിട്ടില്ല. പകരം ഇലകളിൽ നേരിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയ വളപ്രയോഗം ആണ് തിരഞ്ഞെടുക്കുന്നത് കർഷകർ. ഈ ആധുനിക രീതിയിലുള്ള കൃഷി കാരണം നല്ല വിളവ് ലഭിച്ചുവെന്നും കീടനാശിനിയുടെ പ്രയോഗം കാര്യമായി വേണ്ടി വന്നില്ല എന്നും കർഷകർ പറയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എള്ള് കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ചെയ്യുന്നവർ പോലും സ്വന്തം ആവശ്യത്തിനായി ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് കൃഷി ചെയ്യുന്നത്. കൃഷി ലാഭകരമല്ലാത്തതായാണ് കർഷകർ ഈ വിളയിൽ നിന്ന് പിന്മാറാൻ ഒരു കാരണം. എങ്കിലും എള്ള് കൃഷി ഇല്ലാതാകരുത്, അന്യം നിന്ന് പോകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് കർഷകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കൃഷി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചെയ്തു നോക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.